നിങ്ങൾ ജർമ്മനിയിലേക്ക് ഒരു ജോബിനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണോ? അതോ നിങ്ങൾ ഓൾറെഡി ഒരു ജോബ് വിസ കയ്യിൽ കിട്ടി ടിക്കറ്റൊക്കെ എടുത്ത് ഡേറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണോ? അതുമല്ല ഇനിയിപ്പോൾ ജർമ്മനിയിൽ വന്ന് സെറ്റിൽ ആവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാരാണോ? എങ്കിൽ ഇതാ നിങ്ങൾ അറിയേണ്ട ഒരു പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കാൻ പോവാണ് കേട്ടോ. കാരണം ഇത് നമ്മൾക്ക് ഒരുപാട് ബെനഫിറ്റ് തരുന്ന കാര്യമാണ്. അറിയത്തില്ലാത്തവരുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ പിന്നെ മടി പിടിച്ചിട്ട് അത് ചെയ്യാതിരിക്കുന്നവരുണ്ടായിരിക്കും, ഇതിൻ്റെ പുറകെ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാതിരിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഒട്ടും മടിക്കണ്ട, ഇത് നമുക്ക് ഉപകാരമുള്ള കാര്യമാണ്. പിന്നെ ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർ വീഡിയോ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോവാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് നോക്കുക. കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. സ്റ്റെയർ എർക്ലെയറിങ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മളാണ് കേട്ടോ തീരുമാനിക്കുന്നത്. നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ആ വർഷത്തെ സ്റ്റെയർ എർക്ലെയറിങ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് അത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല, ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ, അതിന് താല്പര്യമുള്ളവർക്ക് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ സ്റ്റെയർ എർക്ലെയറിങ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നമ്മുടെ സ്റ്റെയർ എർക്ലെയറിങ്ങിൻ്റെ ബെഷൈനിങ്ങും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സോ അതായത് എൻഡ് ഓഫ് ദി ഇയർ നമ്മുടെ ആർബൈറ്റ്സ്ഗേബർ നമുക്ക് ലോൺ സ്റ്റെയർ ബെഷൈനിങ്ങും തരും. അതാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ബെഷൈനിങ്ങും. അതാണ് നമ്മൾ സ്റ്റെയർ എർക്ലെയറിങ്ങിന് സമർപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെയർ എർക്ലെയറിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നികുതി റിട്ടേണിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. ഒരിക്കൽ നികുതി റിട്ടേൺ നൽകിയാൽ നമ്മൾ എപ്പോഴും അതിനായിട്ട് അപ്ലൈ ചെയ്യണോ എന്നൊരു ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കൽ നികുതി റിട്ടേണിന് വേണ്ടി അപ്ലൈ ചെയ്താൽ വീണ്ടും അതിനു വേണ്ടി അപ്ലൈ ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നികുതി റിട്ടേണായിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ, സെക്കൻഡ് ടൈമിൽ. പിന്നെ എവിടെയാണ് നമ്മൾ നികുതി റിട്ടേണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ഫിനാൻസ് ആംഡിലാണ് നമ്മൾ നികുതി റിട്ടേണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. നമ്മൾക്ക് ഫിനാൻസ് ആംഡിൽ ഡയറക്റ്റായിട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്ന കണക്ക് തന്നെ ഒരു ഫോർമുല നമുക്ക് കിട്ടും. അത് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം. അത് കഴിയുമ്പോൾ അത് അവരതിൻ്റെതെല്ലാം നോക്കി കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ ഉണ്ടെങ്കിൽ നമ്മൾക്കത് അവർ നികുതി റിട്ടേൺ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വന്നിട്ട് പലർക്കും ചോദ്യങ്ങളുണ്ടാവാം, നമ്മൾ ഫിനാൻസ് ആംഡിൽ പോയിട്ട് ഇത് അപ്ലൈ ചെയ്താൽ മാത്രമാണോ നമ്മൾക്ക് കിട്ടുന്നതെന്ന്. അങ്ങനെയല്ല. അതായത് ഒരുപാട് ഓൺലൈൻ ആപ്പുകളുണ്ട് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓൺലൈൻ ആപ്പുകൾ എല്ലാം കൃത്യമായിട്ട് നമ്മളെ സഹായിച്ചു എന്ന് വരില്ല. കാരണം അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം ത്തിൻ്റെ നമ്മൾ ടാക്സ് റിട്ടേണിൻ്റെ എമൗണ്ടിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് അങ്ങനെ ചെയ്തവരുണ്ട്. അപ്പം നമുക്ക് അതിനായിട്ട് ഒരുപാട് വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാക്സ് റിട്ടേണിന് വേണ്ടിയിട്ട് ഫിനാൻസ് ആമിൻ്റെ തന്നെ ഒരു ഓൺലൈൻ ആപ്പ് വഴിയുണ്ട്. അത് എൽസ്റ്റർ എന്നാണ് പറയുന്നത്. അതിൽ കയറിയിട്ട് നമ്മൾക്ക് ടാക്സ് റിട്ടേണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും എന്ത് പറയുന്നത്, എംഫേലം ചെയ്യുന്നത് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു സ്റ്റെയർ ബെറാറ്ററിനെ നേരിട്ട് പോയി കണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരോട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം ഒരു സ്റ്റെയർ ബെറാറ്റർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഏത് രീതിയിലാണ്, എന്തൊക്കെ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്താലാണ് നമ്മൾക്ക് കൂടുതൽ എമൗണ്ട് റിട്ടേൺ ആയിട്ട് ലഭിക്കാൻ സഹായിക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ സ്റ്റെയർ ബെറാറ്ററിന് അവരുടെ ഒരു ഫീസ് കൊടുക്കണമെന്നുണ്ട് കേട്ടോ. ആ ഫീസ് നിർബന്ധമായിട്ടും കൊടുക്കണം. പിന്നെ അപ്പോൾ വന്നിട്ട് നമ്മളോട് പറയും നമുക്ക് ഏതൊക്കെ ബിൽസ് വയ്ക്കാം, ഏതൊക്കെ പേപ്പറുകളാണ് അതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ. പക്ഷേ മറ്റുള്ള ആപ്പുകൾ നമ്മൾ ഉപയോഗിച്ചാൽ ഈ പറയുന്ന കണക്ക് നമുക്ക് ചിലപ്പോൾ ഒരുപാട് എമൗണ്ട് കുറച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ചൂസ് എ സ്റ്റെയർ ബെറാറ്റർ. നമ്മൾ തന്നെ ചെയ്യുന്നതിലും നമ്മൾ ഫിനാൻസ് ആംഡിൽ പോയി ചെയ്യുന്നതിലും ഓൺലൈൻ ആപ്പുകളിൽ കൂടി അപ്ലൈ ചെയ്യുന്നതിലും ഒരുപാട് നമ്മൾക്ക് സഹായകമാകും സ്റ്റെയർ ബെറാറ്റർ വഴി നമ്മൾ സ്റ്റെയർ എർക്ലെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ വന്നിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
വേറൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ ബൈ ടേക്ക് കെയർ.